വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജീവൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരുക്കുന്ന മാറാനാത്ത ദൈവ വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവശക്തിയെ വലുതായി കാണണം എന്നതിനെക്കുറിച്ചാണ്. സംഖ്യയുടെ പുസ്തകം 11 അധ്യായം 23 തിരുലിഖിതം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ ഇന്ന് കാണും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇതാ ഈ നിമിഷങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. വിശുദ്ധ ലിഖിതം ഇപ്രകാരം പഠിപ്പിക്കുന്നു. സഭാപ്രസംഗകന്റെ പുസ്തകം 5 അധ്യായം 1 തിരുലിഖിതം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല. ഓ ദൈവമേ, ഈ മണിക്കൂറുകളിൽ അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാതെ പാപത്തിലും ലോകകാര്യങ്ങളിലും ജഡിക മോഹങ്ങളിലും പൂണ്ടുകിടക്കുന്ന ഓരോ ആത്മാവിനെയും ഓരോ ജീവിതങ്ങളെയും ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ അവിടുന്ന് തട്ടി ഉണർത്തണമേ. അങ്ങയുടെ തിരുസന്നിധി ഹൃദയം കൊണ്ട് എളിമപ്പെടാൻ, അങ്ങയെ അന്വേഷിക്കാനുള്ള ഒരു ഉണർവ് ഓ ദൈവമേ പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങയുടെ ദാസന്മാരുടെ മേൽ നൽകണമേ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 3 തിരുലിഖിതം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ രഹസ്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഓ സർവശക്തനായ പിതാവേ, സ്വർഗരാജ്യത്തിൻ്റെ വെളിപാടുകൾ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് പകർന്നു നൽകണമേ. നിത്യരക്ഷയെക്കുറിച്ചും ദൈവരാജ്യ നഷ്ടത്തെക്കുറിച്ചും ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ഓ ദൈവമേ എൻ്റെയും ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചും അങ്ങയുടെ പദ്ധതികളെക്കുറിച്ചെല്ലാം വെളിപാടുകളിലൂടെ ഇപ്പോൾ അവിടുന്ന് ഹൃദയങ്ങളിലേക്ക് പതിപ്പിച്ച് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും കർത്താവിനെ ആരാധിക്കട്ടെ. ചെറിയവരും വലിയവരും കുട്ടികളും യുവതി യുവാക്കന്മാരും കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ ഒരു കൂട്ടായ്മയായി ഏകമനസ്സോടെ കർത്താവിനെ ആരാധിക്കട്ടെ. യേശുവിൻ്റെ അത്ഭുത ശക്തി, പിതാവിൻ്റെ അത്ഭുത ശക്തി, മഹത്വത്തിൻ്റെ അത്ഭുതകരമായ പ്രവാഹം ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 147 സങ്കീർത്തനത്തിൽ 10 തിരുലിഖിതം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരന് ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിലാണ് അവിടുന്ന് പ്രസാദിക്കുന്നത്. ഓ ദൈവമേ, ഹൃദയത്തിൽ എളിമപ്പെട്ട് അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശ വെച്ച് അങ്ങയുടെ മുമ്പിൽ എളിമയോടെ വ്യാപരിക്കാൻ അങ്ങയുടെ കൃപ ഈ നിമിഷങ്ങളിൽ വ്യാപരിക്കാൻ ഇടവരുത്തണമേ. കൃപ ഈ നിമിഷങ്ങളിൽ ചൊരിയണമേ കർത്താവേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരത്തിൻ്റെ കോട്ടകൾ തകരട്ടെ, താൻ പൊരുമഭാവത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. കുടുംബങ്ങളെല്ലാം ദൈവകൃപയ്ക്ക് വേണ്ടി ദാഹം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങൾ ഉണരട്ടെ, മാതാപിതാക്കന്മാരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം 11 അധ്യായം 23 തിരുലിഖിതം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. എന്താണ് ഇങ്ങനെ ദൈവം തൻ്റെ പ്രിയദാസനോട് പ്രഖ്യാപിക്കാനുള്ള പശ്ചാത്തലം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകത്തിൽ ദൈവം നിരവധി അത്ഭുതങ്ങളിലൂടെ മോശയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ ദൈവജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ മനോഹരമായ ചിത്രങ്ങളുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ അത് തുടർന്ന് മനോഹരമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവജനം മോശയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ കരബലത്താൽ, അത്ഭുതകരമായ ഇടപെടലാൽ, ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാത്രയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ജനം ഭയങ്കരമായിട്ട് ദൈവത്തോട് മറുതലിക്കുകയാണ്, ദൈവത്തോട് എതിർക്കുകയാണ്. അവർ പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇങ്ങനെ ദൈവത്തെ അനുസരിച്ച് നടന്നിട്ട് ഇപ്പം എന്താ കാര്യം? ഈജിപ്തിലായിരുന്നെങ്കിൽ നല്ല ഉള്ളിയും സവോളയും മത്സ്യവും ഇറച്ചിയൊക്കെ വെറുതെ കിട്ടുമായിരുന്നു. അവിടുത്തെ ഇറച്ചിയുടെ രുചി, അവിടുത്തെ മുഴുത്ത കഷ്ണങ്ങൾ, ഇതെല്ലാം അവർ ഓർത്തിങ്ങനെ പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറച്ചിയെക്കുറിച്ചും ഉള്ളിയെക്കുറിച്ചും സവോളയെക്കുറിച്ചും ചമന്നുള്ളിയെക്കുറിച്ചും വെള്ളുള്ളിയെക്കുറിച്ചും വെള്ളരിക്ക മത്തങ്ങ എല്ലാത്തിനെ കുറിച്ചും പറയാൻ അവർക്ക് നാവുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് നാവില്ല. അവർക്ക് ഈജിപ്തിൽ കണ്ട കലക്കവെള്ളത്തെക്കുറിച്ച് എല്ലാം പറയാൻ അവർക്ക് 100 നാവാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചോ ദൈവം നടത്തിയ വഴികളെക്കുറിച്ചോ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചോ പറയാൻ അവർക്ക് നാവില്ല, മിണ്ടാൻ അവർക്ക് സ്വരമില്ല, കാണാൻ അവർക്ക് കണ്ണില്ല. ഇങ്ങനെ ജനം ദൈവത്തെ പ്രകോപിപ്പിക്കുകയാണ്. ദൈവജനത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു ദൈവനിന്ദ അരങ്ങേറുകയാണ്. ഈ സമയത്ത് ദൈവം ഇടപെടുകയാണ്. ദൈവം മോശ പ്രവാചകനോട് പറയുകയാണ്, ഈ ജനത്തിന് മുഴുവൻ തിന്നാൻ ഞാൻ ഇറച്ചി കൊടുക്കും. അവർ തിന്ന് അവരുടെ മൂക്കിൽ കൂടെ പുറത്തു വന്ന് ഓക്കാനും വരുന്നത് വരെ തിന്നാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കും. അതാണ് സംഖ്യയുടെ പുസ്തകം 11 അധ്യായം അതിൽ 20 തിരുലിഖിതം. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനും വരുന്നത് വരെ 1 മാസത്തേക്ക് നിങ്ങളത് ഭക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായി എന്ന് വിലപിക്കുകയും ചെയ്യുന്നല്ലോ. ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായി എന്ന് ഇവർ വിലപിക്കുകയാണ്. എന്താ കാരണം? അവിടുത്തെ വെള്ളുള്ളിയും അവിടുത്തെ ചുവന്നുള്ളിയും അവിടുത്തെ സവോളയും അവർക്ക് അങ്ങോട്ട് പിടിച്ച്, ദൈവത്തിൻ്റെ ഈ പരിപാലനം അവർക്ക് അങ്ങോട്ട് രുചിച്ചില്ല, ദൈവത്തിൻ്റെ നടത്തിപ്പ് അവർക്ക് അങ്ങോട്ട് മനസ്സിൽ തട്ടുന്നില്ല. ദൈവിക കാര്യങ്ങളെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ദൈവത്തോട് മറുതലിക്കുന്ന ഒരു ജനത്തിൻ്റെ സ്വഭാവമാണ് സംഖ്യയുടെ പുസ്തകം 11 അധ്യായത്തിൽ കാണുന്നത്. അതിൽ മനമെടുത്ത് ദൈവം ഇറങ്ങി വന്ന് പ്രഖ്യാപിക്കുന്ന ഭാഗമാണ് സംഖ്യ 11:20 നമ്മൾ വായിച്ചത്. ഇതാ ഞാൻ മാംസം തരും, നിങ്ങളത് ഭക്ഷിക്കും. 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല, നിങ്ങളത് തിന്നുക. പിന്നെയോ നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനും വരുന്നത് വരെ 1 മാസത്തേക്ക് നിങ്ങളത് തിന്നും. എന്തെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ, നിങ്ങളുടെ പരിശുദ്ധനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായി എന്ന് വിലപിക്കുകയും ചെയ്യുന്നല്ലോ. ഉടനെ മോശ ദൈവത്തോട് ചോദിക്കുകയാണ്. ഇതാണ് നമുക്ക് മനസ്സിലാകാത്ത വേറൊരു ഭാഗം. മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഇവിടെ 1, 2, 5, 10 ആളുകളല്ല. ഒരു കല്യാണത്തിന് തന്നെ നമുക്കറിയാം, ഒരു കല്യാണത്തിന് തന്നെ ഒരു നേരം ഒന്ന് മെനയ്ക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ 100, 400 ഒരു കാളേനെ, ഒരു പോത്തിനെ മുട്ടിക്കൊല്ലണം. എന്നാൽ തന്നെ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു 2 നേരത്തെ ഭക്ഷണം ശരിക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മോശ ചോദിക്കുകയാണ്, എൻ്റെ കൂടെ 6 ലക്ഷം യോദ്ധാക്കളുണ്ടെന്ന് അങ്ങേക്ക് അറിയാമോ? ഇവർക്കെല്ലാം നീ മൂക്കി കൂടെ വരുന്നവരൊന്ന് തിന്നാൻ കൊടുക്കാമോ? അതാണ് സംഖ്യയുടെ പുസ്തകം 11 അധ്യായം 21 വാക്യം. മോശ കർത്താവിനോട് പറഞ്ഞു, എന്നോടൊത്ത് 6 ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട്, എന്നിട്ടും അങ്ങ് പറയുന്നു 1 മാസത്തേക്ക് അവർക്ക് തിന്നാൻ ഞാൻ മാംസം നൽകാമെന്ന്. ആടുകളെയും കാളകളെയും അവർക്ക് മതിയാവോളം അങ്ങ് അറക്കുമോ? നോക്കാം മോശയുടെ സംശയം. ഇവർക്ക് ഈ 6 ലക്ഷം യോദ്ധാക്കൾക്ക് തിന്നാൻ തക്കവണ്ണം, പിന്നെ അതിനനുസരിച്ച് ഭാര്യമാരും കുട്ടികളും അങ്ങനെ ഒരുപാട്.
അപ്പോൾ ഇതുങ്ങൾക്കെല്ലാം മൂക്കിൽ കൂടെ പുറത്തു വരുന്നവരെ തിന്നാൻ അങ്ങ് എത്രമാത്രം കാളകളെയും ആടുകളെയും അറക്കും എന്നാണ് മോശ ദൈവത്തോട് സംസാരിക്കുന്നത്. അങ്ങേക്ക് അതിനൊക്കെ സാധിക്കുമോ? മോശ അത്ഭുതം കൂറി ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അടുത്ത വചനം ശ്രദ്ധിക്കാം. അവർക്ക് തൃപ്തിയാവുവോളം കടലിലെ മത്സ്യത്തെ അവിടെ നിന്ന് ഒരുമിച്ച് കൂട്ടുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ജനത്തെ പോലെ തന്നെ മോശയും ആ ജനം ദൈവിക ശക്തിയെ തുച്ഛീകരിച്ച് കണ്ട്, ആ ജനം ദൈവിക ശക്തിയെ നിസ്സാരമായി കണ്ട്, ആ ജനം ദൈവത്തെ നിസ്സാരമായി കണ്ടു. അതേ ആ അരൂപി, അതേ ആ ഒരു പ്രവണത, ആ ഒരു ട്രെൻഡ്, ആ ഒരു സ്വാധീനം ഇതാ മോശയുടെ മേലും അല്പാൽപമായി കയറിയിരിക്കുകയാണ്. മോശ ചോദിക്കണം, അങ്ങേക്ക് ഇതിന് കഴിയുമോ? അങ്ങ് ഇത്രമാത്രം ആടുകളെയും കാളകളെയും കൊല്ലുമോ? അത്രമാത്രം മീനെ ഒരുമിച്ച് കൂട്ടുമോ? അപ്പോഴാണ് ദൈവമായ കർത്താവ് പറഞ്ഞത്. അതാണ് സംഖ്യ 11:23. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ ഇന്ന് കാണും. എനിക്ക് കാളകളെയും ആടുകളെയും അറക്കേണ്ട ആവശ്യമില്ലെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? എൻ്റെ വചനം വഴി ഞാൻ എൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ? എൻ്റെ വാക്ക് നിറവേറുമോ, എൻ്റെ വചനം കൊണ്ട് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമെന്ന് മോശയോട് ദൈവം പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ തൽക്കാലം ദൈവം മോശയെ അങ്ങോട്ട് റിലീസ് ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിന് തക്കതായ പ്രത്യാഘാതം വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ശക്തിയെ നിസ്സാരമായി കാണരുത്. ഞാനും നിങ്ങളിത് നിസ്സാരവൽക്കരിക്കരുത്. ഇന്ന് എൻ്റെയും ഞാനും നിങ്ങളും ജീവിക്കുന്ന സമൂഹത്തിൻ്റെ സ്ഥിതി എന്താ? ദൈവത്തെ നിസ്സാരമായി കാണുക, ദൈവിക കാര്യങ്ങളെ നിസ്സാരമായി കാണുക, പള്ളിയെ നിസ്സാരമായി കാണുക. നീ പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിനെല്ലാം പുച്ഛിച്ച് കാണുക, നിസ്സാരമായി കാണുക, വിലയില്ലാത്തതായി കാണുക. വലിയ തിന്മയാണത്. ദൈവത്തിന്റെ ശക്തിയെ കുറച്ച് കാണരുത്. ദൈവത്തിന്റെ ശക്തിയെ വലുതായി തന്നെ കാണണം. വീണ്ടും നമ്മൾ ഇതിന്റെ മറ്റൊരു രംഗം കാണുന്നത് സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിലാണ്. സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, ഈ ജനം മുഴുവനും വെള്ളമില്ലാതെ ക്ലേശിക്കുകയാണ്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ദിനരാത്രങ്ങൾ വലഞ്ഞ ജനം വീണ്ടും വീണ്ടും ദൈവത്തോട് മറുതലിക്കുകയാണ്. ജനം പിറുപിറുക്കുകയാണ്. അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അവർ മോശയ്ക്കും അഹ്റോനും എതിരായി ഒരുമിച്ച് കൂടി. ജനം മോശയോട് എതിർത്ത് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ, ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സമുഖത്തെ ഈ മരുഭൂമിയിലേക്ക് എന്തിന് കൊണ്ടുവന്ന്? ജനം അങ്ങോട്ട് ചെകിടിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നടുവിൽ മോശ നിൽക്കുകയാണ്. മോശയ്ക്ക് മനസ്സുകൊണ്ട് അല്പം ക്ഷീണം സംഭവിച്ചിട്ടുണ്ടാകണം. എന്തായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശ നിലവിളിച്ച് ദൈവം മോശയോട് പറഞ്ഞു, നീയും നിന്റെ സഹോദരനും കൂടി വെള്ളം പുറപ്പെടുവിക്കുവാൻ അവരുടെ മുമ്പിൽ വെച്ച് ഈ പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. ഇതാണ് സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയണത്. ഇവിടെ ദൈവത്തിൻ്റെ മഹത്വം ഈ അവിശ്വാസികളും കീടബുദ്ധികളും ദുശാഠ്യക്കാരുമായ ഈ ജനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ശക്തിയും ഉചിതമായ വിധം വെളിപ്പെടുത്താൻ തക്കവണ്ണം നല്ല പവറോട് പൗരുഷത്തോടും കൂടെ പ്രവർത്തിക്കേണ്ട മോശ ഇതാ ഈ കാര്യത്തിൽ ചില താളപ്പിഴകൾ വരുത്തുകയാണ്. ഉടനടി ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് മറുപടി ഉണ്ടായി. സംഖ്യയുടെ പുസ്തകം 20:12 ദൈവത്തിൻ്റെ ശക്തിയെ കുറച്ച് കാണുമ്പോൾ, ദൈവത്തിൻ്റെ വലിയ ശക്തി സകല ജനത്തിനും വെളിപ്പെടുത്താൻ തക്കവണ്ണം പൗരുഷത്തോടെ ഞാനും നിങ്ങളും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയെ തുച്ഛീകരിച്ച് കാണുമ്പോൾ, ദൈവിക കാര്യങ്ങളെ വില കുറച്ച് കാണുമ്പോൾ, ചിന്തിക്കുമ്പോൾ, പറയുമ്പോൾ, വിചാരിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ മോശ ആ സമയത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ തക്കവണ്ണം ഉണർന്ന് പ്രവർത്തിച്ചില്ല. എന്താണ് ദൈവം അതിനുവേണ്ടി ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്? സംഖ്യ 20:12 കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ
ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടിവെട്ടുന്നത് പോലെ ഒരു പ്രതികരണം സംഭവിക്കുകയാണ്. ഈ അഹറോനെയും മോശയെയും ദൈവം വിളിച്ചിട്ട് ഈ ജനത്തെ തേനും പാല് മുഴുവൻ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ദൈവമാണ് ദൗത്യമേൽപ്പിച്ചത്. എന്നാൽ മാർഗമധ്യേ ഈ ജനത്തിന്റെ കീടസ്വഭാവം പോലെ തന്നെ ഇവരുടെ സ്വഭാവവും പല വിധത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിന് ചേരാത്ത വിധത്തിലായി മാറിയപ്പോൾ, ദൈവത്തിന്റെ ശക്തിയെ തുച്ഛീകരിച്ച് കാണാൻ തുടങ്ങിയപ്പോൾ, ഇതാ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത ഒരു നടപടി ഉണ്ടാവുകയാണ്. അതാണ് സംഖ്യ 20:12. ഇനി ഈ കാര്യത്തെക്കുറിച്ച് നീ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് കർത്താവ് കട്ട് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. എന്താണത്? ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം, എൻ്റെ ശക്തി വെളിപ്പെടുത്തക്ക വിധം, എൻ്റെ മഹത്വം വെളിപ്പെടുത്തക്ക വിധം നീ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഈ ജനത്തെ കാനാൻ നാട്ടിലെത്തിക്കുന്നത് നീ ആയിരിക്കില്ല എന്ന് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഇടിവെട്ട് പോലെ ഇതാ സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഓരോ സ്ഥാനങ്ങളിൽ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു സഭയുടെ തലവനായിട്ടായിരിക്കാം, ഒരുപക്ഷെ ഒരു ഇടവകയുടെ ശുശ്രൂഷകരായിട്ടായിരിക്കാം, ഒരുപക്ഷെ ഒരു കോൺവെന്റിന്റെ സുപ്പീരിയറായിട്ടായിരിക്കാം, ഒരുപക്ഷെ ഒരു കർത്താവിന്റെ ജനത്തിന്റെ ഒരു പ്രധാന തസ്തികയായിരിക്കാം, ഒരു ചുമതലക്കാരനായിട്ടായിരിക്കാം, ഒരു കാര്യസ്ഥനായിട്ടായിരിക്കാം കർത്താവ് എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളും എന്നെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് നിയമിച്ചിരിക്കുന്ന സ്ഥാനത്തിന് എന്താ ചെയ്യണത്? റോമാലേഖനം 9:17 വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. എൻ്റെ ശക്തി നിന്നിലൂടെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. പ്രിയ ദൈവ പൈതലേ, നീ ഇന്നൊരു ഡോക്ടറായിരിക്കാം, നീ ഇന്നൊരു എഞ്ചിനീയർ ആയിരിക്കാം, നീ ഇന്ന് ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ UK-ലോ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കാം. നിന്റെ ദൈവം നിന്നെ ആ രാജ്യത്ത് എത്തിച്ചത്, നിന്റെ ദൈവം ഈ പൊസിഷനിൽ എത്തിച്ചത്, നിന്റെ ദൈവം നിനക്ക് വിദ്യാഭ്യാസം തന്നത്, നിന്റെ ദൈവം നിനക്ക് ആരോഗ്യം തന്നത്, നിന്റെ ദൈവം നിനക്ക് നൽകിയ താലന്തുകൾ നിനക്ക് തോന്നിവാസം ധൂർത്തടിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ചിന്തിക്കരുത്. ഈ സമയം, ഈ കഴിവ്, ഈ ആരോഗ്യം ഇത് നിന്റെ ദുർനടപ്പിന് വേണ്ടി തന്നിട്ടുള്ളതല്ല. നിന്റെ ഇഷ്ടാനുസരണം നിനക്ക് സൊള്ളി അടിക്കാൻ വേണ്ടി അല്ല നിന്റെ ദൈവം നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നിന്റെ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്? റോമ 9:17 പഠിപ്പിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് ഉദ്ഘോഷിക്കുന്നു, എൻ്റെ നാമം ഭൂമിയിലെങ്ങും മഹത്വപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. എന്നാൽ മോശയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തക്ക വിധം മോശയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് നാളുകളിലൂടെ എന്നെ നയിച്ചു, അവിടുത്തെ ആത്മാവിനെ നൽകി, അവിടുത്തെ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ ഇടവരുത്തി. മറ്റൊരു കാലഘട്ടത്തിൽ ഇല്ലാത്ത വിധം ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ ശക്തി കണ്ട്, അങ്ങയുടെ വചനം കേട്ട്, അങ്ങയുടെ ആത്മാവിനെ രുചിച്ച്, മേൽത്തരം ഗോതമ്പ് കൊണ്ടും പാറയിൽ നിന്നുള്ള തേനുകൊണ്ട് എന്ന പോലെ അവിടുന്ന് ഞങ്ങളെ തീറ്റിപ്പോറ്റി ശക്തിപ്പെടുത്തി. എന്നാൽ ജാതികളുടെ മുമ്പിൽ അങ്ങയുടെ നാമത്തെ വിലയില്ലാതെ തുച്ഛീകരിക്കുന്നവരുടെ മുമ്പിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തക്ക വിധം അങ്ങയുടെ നാമത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള അഭിഷേകം കൊണ്ട് ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ഞാൻ വഴിയോ എൻ്റെ കുടുംബാംഗങ്ങൾ വഴിയോ ജാതികളുടെ ഇടയിൽ അങ്ങയുടെ നാമം നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ മാപ്പ് ചോദിച്ച് അങ്ങ് ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, മാറനാഥ. Come, Lord Jesus. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 4-ാം തിരുലിഖിതം. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളും വെളിപ്പെടുത്തി പ്രാർത്ഥിക്കട്ടെ.
പിന്നെ പ്രാർത്ഥിക്കാം, ഒരു മൂഡ് വരുമ്പോൾ പ്രാർത്ഥിക്കാം, നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് നാളെ പ്രാർത്ഥിക്കാം. മകനെ മകളെ നീ ചിന്തിക്കരുത്. ഇതാ രക്ഷയുടെ നിമിഷം. ഇതാ കർത്താവ് അരികത്തുള്ള ഈ സമയത്ത് തന്നെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഓ ദൈവമേ, ഈ അത്ഭുത നിമിഷങ്ങളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ചെറിയുന്ന ഈ സമയത്ത് ദൈവമേ, രോഗികളുടെ മേൽ ഇപ്പോൾ അവിടുന്ന് കൈകൾ വെക്കണമേ. കിടപ്പ് രോഗികളുടെ മേൽ അവിടുന്ന് കൈകൾ വെക്കണമേ. മാറാ രോഗങ്ങൾ, എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത രോഗത്തിൻ്റെ മേൽ അങ്ങയുടെ നാമം മിന്നൽ പിണറുകൾ പോലെ ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തഴക്കദോഷങ്ങൾ, എത്ര ശ്രമിച്ചിട്ട് വിട്ടുമാറാത്ത മദ്യപാനം, എത്ര ശ്രമിച്ചിട്ട് വിട്ടുമാറാത്ത മയക്കുമരുന്നിന്റെ അടിമത്തം, വഴക്കാളി സ്വഭാവം, താൻപോരിമ ഭാവം, എതിർചിന്ത, വിശ്വാസക്കുറവ്, യുക്തിവാദത്തിന്റെ ആധിപത്യം, അവിശ്വാസം, ദൈവിക കാര്യങ്ങളോട് താല്പര്യമില്ലായ്മ, ഹൃദയം അടഞ്ഞിരിക്കുന്ന അവസ്ഥ, ഹൃദയം കല്ലിച്ചു പോയ അവസ്ഥ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ദൈവിക കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റാത്ത വിധം മന്ദിച്ചു പോയ ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുതകരമായ സ്പർശനം ഇപ്പോൾ ലഭിക്കട്ടെ. തലമുറകളായി ശാപക്കെട്ടുകളിരിക്കുന്നവരെന്ന് ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു ഈ നിമിഷം വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. Hallelujah, Maranatha. Come, Lord Jesus. പേരെന്താണ്? ഡെയ്സി. ഡെയ്സി. തൃശ്ശൂര് കോലഴിയിലാണ് എൻ്റെ വീട്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. 7ൽ പഠിക്കുമ്പോൾ അവളുടെ തൊണ്ട ഇങ്ങനെ വീർത്ത് വീർത്ത് വന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ കുട്ടിയുടെ തൊണ്ട വീർത്ത് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അവൾ ഡോക്ടറെ കാണിച്ച് അവര് ടെസ്റ്റൊക്കെ നടത്തി ക്യാൻസർ ഉണ്ടോ നോക്കി, സ്കാൻ ചെയ്തു, എല്ലാം ചെയ്തു. കുഴപ്പമൊന്നുമില്ല, തൈറോയിഡിന്റെ കുറവാണ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് മരുന്ന് കഴിച്ചു. പിന്നെ ഒരു 2 കൊല്ലം ഞങ്ങൾ മരുന്ന് കഴിക്കാണ്ട് ഇട്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 6 മാസമായി വീണ്ടും വേദനയും അവൾക്ക് വിഷമവും തോന്നി. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. തൊണ്ടയിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു അവൾക്ക്. അത് കഴിഞ്ഞപ്പോൾ ഒരു 6 മാസമായി വീണ്ടും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, കുട്ടിയെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് അടുത്ത മാസം കുറവില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നും കടയിൽ പോകും. അപ്പോൾ അവിടെ ധ്യാനത്തിന് കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട്. അവരോട് ഞാൻ പറഞ്ഞ് കുറേ കരഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഒരു വിഷമം വിചാരിക്കണ്ട, മോളെ ചെകിയോണ്ട് കൊണ്ടുപോയി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് 2 മാസം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ഈ ഡിസംബർ ആദ്യത്തെ ആഴ്ച തന്നെ ടെസ്റ്റ് ചെയ്തു. തൊണ്ടയൊന്നും കുത്തിയെടുത്തില്ല, കയ്യിൽ നിന്ന് തന്നെ കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഇനി ഒരു മരുന്നും കഴിക്കണ്ട, കുട്ടിക്ക് സുഖമായിരിക്കുന്നു. ഈ കുട്ടിയുടെ തൊണ്ടയിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഓർത്ത് വളരെ വിഷമിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടുണ്ടായ മുഴയാണ്. അത് വലുതായി വന്ന് അവസാനം ഈ ക്രിസ്മസ് വെക്കേഷന് ഓപ്പറേഷൻ നടത്താമെന്ന് ഡോക്ടർമാർ ഫിക്സ് ചെയ്ത് കൊടുത്ത്. അപ്പോഴാണ് പ്രാർത്ഥന ഗ്രൂപ്പുകാരുടെ അവിടെ ചെന്ന് കരഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ അട്ടപ്പാടി പോയി പ്രാർത്ഥിക്കുക, നിനക്ക് ഇതിന് ശമനം കർത്താവ് തരുമെന്ന് പറഞ്ഞ് 2 മാസം അട്ടപ്പാടി വന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ചെന്ന് നോക്കുമ്പം തൊണ്ടയിൽ മുഴ കാണാനില്ല. അത് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം കൂടെ കൊടുത്തു വിട്ടിരിക്കുകയാണത്. പ്രൈസ് ദി ലോർഡ്. ആ മുഴ എടുത്തു മാറ്റിയ കർത്താവിന് നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നിട്ട് 3-4 ദിവസമായി. യുവജനങ്ങളുടെ ധ്യാനമായിരുന്നു. 6 മാസം മുമ്പ് ഞാൻ ബൈക്കിൽ നിന്ന് വീണ് എൻ്റെ കൈ വളഞ്ഞിരിക്കുകയായിരുന്നു. ശുദ്ധിപ്പിൻ്റെ സമയത്ത് കർത്താവായ യേശു മിശിഹ പൂർണ്ണമായി എന്നെ സൗഖ്യപ്പെടുത്തി. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൈ അപകടം പറ്റി, കൈ ഇങ്ങനെ മടങ്ങിയിരിക്കുകയായിരുന്നു, നിർത്താൻ പറ്റണില്ല, മടങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ ഈ 2 ദിവസം മുമ്പുള്ള സ്തുതിപ്പിൻ്റെ സമയത്ത് ഹൃദയത്തിൻ്റെ മല്ലടിക്കുന്ന സ്വഭാവമൊക്കെ മാറി ഹൃദയ നിഷ്കളങ്കതയോടെ യേശുവേ എന്ന് വിളിച്ചപ്പോൾ ആ മടങ്ങിയിരുന്ന കൈ നേരെ നിവർന്ന് കൈ നിവർത്തുകയോ എന്തെങ്കിലും മടക്കം നിങ്ങൾ കാണുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ.
ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ നന്മക്കൊന്നും പരിചയാൽ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ നന്മക്കൊന്നും പരിചയാൽ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്